നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനന്തപുരിയിൽ കൗമാര കലാപൂരത്തിന് കേളികൊട്ടുയർന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 25 വേദികളിലായി 249 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് 14 ജില്ലകളിൽ നിന്നുമായി 15,000-ഓളം കൗമാര പ്രതിഭകൾ. കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 68-കാരി മരിച്ചു. ഒന്നാംകല്ല് പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. അപകടം വടക്കാഞ്ചേരി ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം വെള്ളിയാഴ്ച രാവിലെ. കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ. അകലാട് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നയിടത്ത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ കുഴിയെടുത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. വാർത്തകൾ വിശദമായി. അനന്തപുരിയിൽ കൗമാര കലാപൂരത്തിന് കേളികൊട്ടുയർന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 44 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന നൃത്തശില്പത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ടത്തോടെ വേദികൾ ഉണർന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നൃത്തവും ഉദ്ഘാടന ചടങ്ങിൽ അരങ്ങേറി. 25 വേദികളിലായി നടക്കുന്ന 249 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് 15,000-ലേറെ വിദ്യാർത്ഥികളാണ്. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തവും ഒപ്പനയും ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാർഗം കളിയും ആദ്യ ദിനം തന്നെ വേദിയിലെത്തി. ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളും തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് എത്തുന്നുണ്ട്. നാടകാവതരണത്തിന് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് വെള്ളാർമലയിലെ കുട്ടികൾ തെരഞ്ഞെടുത്തത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തിൽ ചുവടുവെച്ച് തയ്യൂരിന്റെ അഭിമാനമായി ശ്രീപ്രിയ ചിങ്ങപുരത്ത്. കേരള കലാമണ്ഡലം വിദ്യാർത്ഥി കൂടിയായ ശ്രീപ്രിയ കളരിപ്പയറ്റ് വേഷത്തിലാണ് വേദിയിലെത്തിയത്. 9.5 മിനിറ്റ് നീണ്ടുന്ന സ്വാഗതഗാനത്തിൽ നൃത്താവിഷ്കാരം കലാമണ്ഡലം വിദ്യാർത്ഥികളും പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് അവതരിപ്പിച്ചത്. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഗോത്രകലകൾ, കളരിപ്പയറ്റ്, മാർഗംകളി, ഒപ്പന, തിരുവാതിരക്കളി എന്നീ കലാരൂപങ്ങളെ കോർത്തിണക്കിയ നൃത്താവിഷ്കാരം കലാമണ്ഡലം അധ്യാപകരായ കലാമണ്ഡലം തുളസി, അരുൺ വാരിയർ എന്നിവരാണ് ചിട്ടപ്പെടുത്തിയത്. തയ്യൂർ ചിങ്ങപുരത്ത് ബാലചന്ദ്രന്റെയും ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ചിത്രയുടെയും മകളാണ് ശ്രീപ്രിയ. ശ്രീപ്രിയ ഉൾപ്പെട്ട സ്വാഗത നൃത്ത ആവിഷ്കാരത്തോടുകൂടിയാണ് കരഘോഷത്തോടുകൂടിയാണ് കാണികൾ വരവേറ്റത്. ബസ് കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 68-കാരി മരിച്ചു. ഒന്നാംകല്ല് പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. വടക്കാഞ്ചേരി ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെള്ളിയാഴ്ചയായിരുന്നു അപകടം. കുന്നംകുളത്തേക്ക് പോകാൻ ഒന്നാംകല്ലിൽ ബസ് കാത്തിരിക്കുകയായിരുന്ന നബീസ ബസ് മാറി കയറുകയായിരുന്നു. വിവരം അറിഞ്ഞതോടെ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയ ഇവരുടെ കാലിന് മുകളിലൂടെ വാഹനത്തിന്റെ പുറകുവശത്തെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധരായ സെബാസ്ത്യാനോസിന്റെയും അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായുള്ള നവനാൾ ദിവ്യബലിക്കു ശേഷം തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. സ്വിച്ച് ഓൺ കർമ്മത്തിനു ശേഷം കൊച്ചിൻ കലാഭവന്റെ ബാൻഡ് മേളവും അരങ്ങേറി. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ ദിവ്യബലിയും ലതീഞ്ഞ് നൊവേന എന്നിവയും നടക്കും. ശനിയാഴ്ച വൈകിട്ട് 5:30 ഫാദർ ജിയോ ഫ്രാൻസിസ് കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 ഫാദർ വിജു കോലങ്കണ്ണിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ ജോസഫ് നെടുങ്ങനാൽ സഹകാർമ്മികനാകും. ഫാദർ ബിജു പനങ്കുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ ആരംഭിക്കുന്ന യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രി 9 മണി മുതൽ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് സമാപിക്കും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും. വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ, ജനറൽ കൺവീനർ ഡേവിസ് അതിയുന്തൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന 2 ടിപ്പർ ലോറികൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. വേലൂർ കോടശ്ശേരി കുന്നിന് സമീപത്ത് നിന്ന് മണ്ണെടുത്തിരുന്ന ലോറികളാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കുന്നിൻ ചെരുവിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടന്നിരുന്നത്. പുലർച്ചെയാണ് മണ്ണെടുത്ത് ലോറികളിൽ കടത്തിയിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലോറികൾ പിടികൂടിയത്. പോലീസ് ഓഫീസർമാരായ P. എൽദോ, R. പുരന്ദരൻ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
നവീകരിച്ച കുന്നംകുളം തെക്കേയങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശിയും ശതാബ്ദി ആഘോഷവും നടന്നു. പുനർനിർമ്മാണം പൂർത്തിയായ കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശയും ശതാബ്ദി ആഘോഷവും വെള്ളി ശനി ദിവസങ്ങളിലായാണ് നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് വൈദിക മന്ദിരം കൂദാശയും 6:30-ന് സന്ധ്യാനമസ്കാരം ആദ്യഭാഗ ദേവാലയ കൂദാശയും ഇതോടൊപ്പം കുരിശുപള്ളിക്ക് പിറകിൽ നിർമ്മിച്ച തിരുവത്താഴ ശില്പം അനാച്ഛാദനവും നടന്നു. ശനിയാഴ്ച രാവിലെ 7-ന് പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും ദേവാലയ കൂദാശയും കുരിശുപള്ളി കൂദാശയും ശിലാഫലക അനാച്ഛാദനവും നടന്നു. കൂദാശ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവകാംഗവുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, അബ്രഹാം മാർ സ്തേഫാനോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ ബർനബാസ് എന്നീ മെത്രോപൊലീത്തമാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. മറ്റ് വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികരായി. തുടർന്നു നടന്ന പൊതുസമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സുവനീർ പ്രകാശനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക്, നഗരസഭാ കൗൺസിലർ മിനി മോൺസി, ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, ട്രസ്റ്റി MG ജോൺസൺ, സെക്രട്ടറി T ജോബിൻസ് പീറ്റർ എന്നിവർ സംസാരിച്ചു. ദേവാലയത്തിലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് സ്കൂട്ടർ മറിഞ്ഞ അപകടം. CHC നഴ്സിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരി മമ്മിയൂർ സ്വദേശിനി കോക്കൂർ വീട്ടിൽ പ്രിയയെ വടക്കേക്കാട് VKR ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ അകലാട് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നയിടത്ത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ കുഴിയെടുത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നിരവധി ജീവനുകളാണ് ദേശീയപാത നിർമ്മാണ കമ്പനികളുടെയും തൊഴിലാളികളുടെയും അനാസ്ഥയിൽ പൊലിഞ്ഞത്. അംഗവൈകല്യം സംഭവിച്ചവർ അതിലേറെയുമുണ്ട്. 10 അടിയോളം താഴ്ചയിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അകലാട് പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപം ദേശീയപാതയിൽ കുഴിയെടുത്തത്. ഇതിനരികിൽ ബാരിക്കേഡോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡ് ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഈ റോഡിലൂടെയാണ് നിലവിൽ വൺവേ സംവിധാനത്തിൽ ബദർപ്പള്ളി സെന്ററിൽ നിന്നും ഡൈവർഷൻ നൽകി മന്ദലാംകുന്ന് വരെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ബീച്ച് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ യാത്രക്കാർക്ക് പലപ്പോഴും ഇതിനടുത്തെത്തിയാൽ മാത്രമാണ് താഴ്ചയുള്ള കുഴി തിരിച്ചറിയാൻ കഴിയുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും ഇതുമൂലം ബുദ്ധിമുട്ടാവുകയാണ്. 45 മീറ്ററോളം നീളത്തിലാണ് അപായ സൂചനകളൊന്നും സ്ഥാപിക്കാതെ കുഴിയെടുത്തത്. പ്രദേശത്ത് തെരുവു വിളക്കുകളും പ്രകാശിക്കാത്തതിനാൽ അപകടത്തിന് കൂടുതൽ വഴിയൊരുക്കുന്ന അവസ്ഥയാണ്. നിരവധി തവണ നാട്ടുകാർ കരാർ കമ്പനി അധികൃതരോട് കാര്യം ധരിപ്പിച്ചെങ്കിലും യാതൊരു നടപടികളും എടുത്തിട്ടില്ല. അപകടം സംഭവിക്കാതിരിക്കുന്നതിനാവശ്യമായ മുൻകരുതൽ സ്വീകരിച്ച് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ഹൈടെക് രീതിയിൽ നിർമ്മിച്ച അക്കിക്കാവ് പഴഞ്ഞി റോഡ് ജല അതോറിറ്റി പൊളിച്ചു. കരിക്കാട് സ്കൂളിന് സമീപമുണ്ടായ പൈപ്പ് ചോർച്ച പരിഹരിക്കാൻ വേണ്ടിയാണ് റബ്ബറൈസ്ഡ് ടാറിംഗ് നടത്തിയ റോഡ് കുഴിച്ചത്. ഈ റോഡിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയായ വിധത്തിൽ നിരപ്പല്ലാതെ കിടപ്പാണ്. പൊളിച്ച റോഡിലെ കുഴി നികത്തുന്ന കാര്യത്തിലും ജല അതോറിറ്റിയുടെ ഭാഗത്ത് അനാസ്ഥ തുടരുകയാണ്. കോട്ടൽ ഭാഗത്ത് പൈപ്പ് തകർന്നുണ്ടായ കുഴി അറ്റകുറ്റപ്പണിക്ക് ശേഷം നികത്തിയത് 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു. ഇതേ അവസ്ഥ കരിക്കാടും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പ്രസിദ്ധമായ എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ച തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ആഘോഷത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ചാവക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ കാഴ്ച കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം ചേർന്നു. പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VV വിമലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നേർച്ച കമ്മിറ്റി പ്രസിഡന്റ് ഇല്യാസ് കല്ലൂരയിൽ, സെക്രട്ടറി ഷാക്കിർ അയ്യത്തയിൽ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കഴു ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബീക്കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 167ാമത് ചന്ദനക്കുടം കൊടികുത്ത് നേർച്ച ജനുവരി 6-7 തീയതികളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. പിന്നാറാട ഗുരുവിന്റെ പാദസ്പർശമേറ്റ പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന സമൂഹ ഏകദിന രുദ്രയജ്ഞത്തിന് ആചാര്യവർണ്ണത്തോടെ തുടക്കമായി. ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം യജ്ഞശാലയിൽ പ്രധാന ആചാര്യൻ വിനു മഹോദയെയും സഹകർമ്മികളെയും ആനയിച്ചു. തുടർന്ന് MK അശോകൻ വിളക്ക് തെളിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ മുതൽ പ്രധാന ആചാര്യൻ വിനു മഹോദയ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ ഞായറാഴ്ച പുലർച്ചെ ദീപ പ്രജ്വലനം, ഗണപതി ഹോമം, ഗുരുപൂജ എന്നിവയുണ്ടാകും. 6-ന് യജ്ഞം ആരംഭിക്കും. 11-ന് തുപ്പേശ്വര മഹാദേവന് വിശേഷാൽ പൂജ, യജ്ഞകലശാഭിഷേകം, അമൃതഭോജനം എന്നിവയോടുകൂടിയാണ് സമാപനം. പ്രസിഡന്റ് MK അശോകൻ, സെക്രട്ടറി KG ദിനേശ്, ട്രഷറർ MK സജി, കൺവീനർ MA ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും.
വടക്കേകാട് മൂന്നാംകല്ലിൽ ബുള്ളറ്റും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബുള്ളറ്റ് യാത്രക്കാരൻ വെളിയങ്കോട് സ്വദേശി പെരിങ്കിലി വീട്ടിൽ കാർത്തിക, സ്കൂട്ടർ യാത്രക്കാരൻ വടക്കേകാട് കല്ലൂർ സ്വദേശി ആവയാൻ വീട്ടിൽ സുധീന്ദ്രൻ എന്നിവർക്കാണ് പരിക്ക്. ശനിയാഴ്ച കാലത്ത് 10 മണിയോടുകൂടിയാണ് അപകടം. ഇരുവരെയും വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറിയിപ്പ്: നെല്ലുവായി പട്ടാമ്പി റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ജനുവരി 6 മുതൽ 8 വരെ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് വടക്കാഞ്ചേരി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നെല്ലുവായിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കുണ്ടന്നൂർ ചുങ്കത്ത് നിന്നും തിരിഞ്ഞ് ചിറ്റണ്ട തലശ്ശേരി റോഡ് വഴി പോകണം. പട്ടാമ്പിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തിച്ചൂരിൽ നിന്നും തിരിഞ്ഞ് തളി, പിലാക്കാട്, വരവൂർ വഴി തൃശൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ടതാണ്. വടക്കേക്കാട് പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം ശേഖരിക്കുവാൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുച്ചക്ര വാഹനം കൈമാറി. പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി അനിത രാമനെ വാഹനത്തിന്റെ താക്കോൽ കൈമാറി. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ഷീബയ്ക്ക് വാഹനത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശ്രീധരൻ മാക്കാലിക്കൽ, KV റഷീദ്, രുക്മിയ സുധീർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുനർനിർമ്മാണം നടക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സിൽ വെച്ച് വെഞ്ചരിച്ച തിരുസ്വരൂപം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. ഫൊറോന അതിർത്തിയായ പുതുരുത്തി പള്ളി, ആറ്റത്ര, കോട്ടപ്പുറം, കുരിശുപള്ളി, മങ്ങാടുപള്ളി, നെല്ലുവായ്, പഴവൂർ റോഡ് ജംഗ്ഷൻ, എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല, പോസ്റ്റ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ സ്വീകരിച്ചു. വൈകിട്ട് 6-ന് എരുമപ്പെട്ടി സെന്റ് ജോർജ് കപ്പേളയിൽ സ്വീകരണം നൽകി. ചടങ്ങിനെത്തിയ പിതാവിനെ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ബാൻഡുമേളം, ചെണ്ടമേളം, മാർഗംകളി, മുത്തുകുടകൾ, പേപ്പൽ കുടകൾ, തിരുഹൃദയം, മാലാഖമാരുടെയും കന്യകമാരുടെയും വേഷധാരികൾ എന്നിവർ അണിനിരക്കുന്ന ഘോഷയാത്രയായി തിരുഹൃദയം പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾക്കും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. വൈദികർ, സിസ്റ്റേഴ്സ്, അതിരൂപത ആത്മായ നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യവുമുണ്ടായി. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി അളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ, ഫാദർ ലോനപ്പൻ അറങ്ങാശ്ശേരി, ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫാദർ ജിജു മുരിങ്ങാത്തേരി, ഫാദർ നവീൻ മുരിങ്ങാത്തേരി, ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ, ഫാദർ ജോസഫ് പുലവേലിയിൽ എന്നിവർ സഹകാർമ്മികരായി. നടത്തുകൈക്കാരൻ MK ജോൺസൺ, ജനറൽ കൺവീനർ KC ഡേവിസ്, പബ്ലിസിറ്റി കൺവീനർ ജിൻഡോ ജോഷി, PRO ബിജു ജോർജ്, കൈക്കാരന്മാരായ ജെയ്സൺ താണിക്കൽ, MV ഷാൻഡോ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ജനുവരി 13 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളുടെ അവതരണം നടക്കുക. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ നിലവിളക്ക് തെളിയിച്ച് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വലൂർ സുനിൽ, നെല്ലുവായ് സജീവ് എന്നിവരുടെ കേളിക്കെട്ടോടെ അരങ്ങുണർത്തിയ ശേഷം കാട്ടൂർ തപസ്യ തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയോടുകൂടിയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളികളും ചെമ്മണ്ണൂർ മയൂക കലാക്ഷേത്രത്തിന്റെ നൃത്തനൃത്യങ്ങളും ഉണ്ടായി. വരും ദിവസങ്ങളിലും തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികളുടെ അവതരണം നടക്കും. ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി പട്ടും താലിയും സമർപ്പിക്കാനും അന്നദാനത്തിനും വലിയ രീതിയിലുള്ള തിരക്കാണ് ദൃശ്യമാകുന്നത്. ചരിത്രം തീർക്കുന്ന 36,008 നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന വേട്ടക്കരൻ പാട്ടിനൊരുങ്ങി കക്കാട് മഹാഗണപതി ക്ഷേത്രം. 12,008 നാളികേരം എറിഞ്ഞുള്ള പതിവ് പാട്ടിന് വ്യത്യസ്തമായി ചരിത്രത്തിൽ ആദ്യമായി 36,008 നാളികേരം എറിഞ്ഞുകൊണ്ടുള്ള വേട്ടക്കരൻ പാട്ടാണ് ഇത്തവണ നടക്കുന്നത്. വേട്ടക്കരൻ പാട്ടിനോടനുബന്ധിച്ച് ശനിയാഴ്ച പുലർച്ചെ വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ എന്നിവ ഉണ്ടായി. രാവിലെ 10-ന് 36,008 നാളികേരം എണ്ണം കൂട്ടുന്ന ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് കളം കുറിച്ചതിനുശേഷം കക്കാട് രാജപ്പന്മാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക, ശേഷം ട്രിപ്പിൾ കേളി, ട്രിപ്പിൾ കൊമ്പുപറ്റ്, ട്രിപ്പിൾ കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. അത്താഴപൂജയ്ക്കു ശേഷം വൈകിട്ട് 6 മണിക്ക് മുല്ലക്കൽ പാട്ടിനെ എഴുന്നള്ളിച്ചു. ശേഷം ഈടും കൂറും, കളം പ്രദക്ഷിണം, കളം പൂജ, കളംപാട്ട് ചടങ്ങുകളുമുണ്ടായി. രാത്രി 9 മണിയോടെ നാളികേരം എറിയുന്ന ചടങ്ങ് ആരംഭിക്കും. കോമരം, വൈശ്ശേരി, കാരക്കൂറ രാമചന്ദ്രൻ നായർ നേതൃത്വം നൽകും. വേട്ടക്കരൻ പാട്ട് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്രമീകരണങ്ങൾക്ക് കക്കാട് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ,
കെ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന 36,008 നാളികേരമെറിഞ്ഞുള്ള വേട്ടക്കരൻ പാട്ടിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സും ആദരണീയം ചടങ്ങും നടന്നു. ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സുബിദാസ് അധ്യക്ഷത വഹിച്ചു. കക്കാട് കാർണവപ്പാട് മണക്കുളം ദിവാകര രാജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം രമ്യ നമ്പീശൻ മുഖ്യാതിഥിയായി. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ എന്നിവർ ചേർന്ന് കോമരം കാരക്കുറ രാമചന്ദ്രൻ നായരെ സ്വർണ്ണപതക്കം നൽകി ആദരിച്ചു. സുനിൽദാസ് സ്വാമി, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മല്ലേശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി, തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. കക്കാട് രാജപ്പൻ മാരാർ, കാണിപ്പയൂർ ആനന്ദക്കുറുപ്പ് എന്നിവരെയും പൊന്നാടയണിയിച്ചു. കെ ഭാസ്കർ കുറുപ്പ്, OA പരമേശ്വരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ രാജീവ് തറയിൽ നന്ദി പറഞ്ഞു. കുട്ടികളും പ്രാവും തമ്മിലുള്ള ചങ്ങാത്തത്തിന്റെ കഥയാണ് ഇനി പറയാനുള്ളത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ അപൂർവ കാഴ്ച. റഷീദ് രൂപയുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേർന്നുള്ള മേശയ്ക്ക് മുകളിലാണ് പ്രാവ് കൂടുകൂട്ടിയിരിക്കുന്നത്. അധ്യാപകരും കുട്ടികളും അടുത്തേക്ക് ചെന്നാൽ പോലും പറന്നു പോവില്ല. പ്രാവിനെ ശല്യപ്പെടുത്താതെയാണ് കുട്ടികൾ ക്ലാസ് മുറിയിൽ പഠനം നടത്തുന്നത്. നല്ലപോലെ തന്നെ നോക്കുന്നുണ്ട്. ഇന്റർവെൽ ആവുന്ന സമയത്തൊക്കെ സൗണ്ട് കുറച്ചിട്ടൊക്കെ തന്നെയാണ് കളിക്കാറുള്ളതും ഒക്കെ. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോവാറൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. തിങ്കളാഴ്ചയാണ് ഇത് മുട്ടയിട്ടത്. ഇന്നലെ അത് അടയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അത് അടയിരിക്കുന്നത് കണ്ടത്. ഈ കൗതുകമുള്ള കാഴ്ച കാണാൻ മറ്റു ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും എത്തുന്നുണ്ട്. മുട്ടയിട്ട് അടയിരിക്കുന്നതിനാൽ ക്ലാസ് ടീച്ചർ സ്മിതയുടെ നേതൃത്വത്തിൽ ക്ലാസ്സിലെ കുട്ടികൾ പ്രാവിന് സംരക്ഷണം നൽകുന്നുണ്ട്. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ കർഷക ദിനം ആചരിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സന്ദേശം നൽകി. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗം, നൃത്തം, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. കർഷകരുടെ ഉന്നമനത്തിനായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജൈവ കൃഷിയുടെ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന സ്കിറ്റും ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ സ്മിജ MS, സ്വർണകുമാരി KV, രാഗി UB എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് കത്തോലിക്ക ഇടവക ദേവാലയത്തിൽ സെബാസ്റ്റ്യാനോസിന്റെയും കന്യകാമറിയത്തിന്റെയും എവുപ്രാസിയമ്മയുടെയും 278ാം ഇടവക തിരുനാളിന് കൊടിയേറി. ജനുവരി 11, 12, 13 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷിക്കുന്നത്.
തിരുകർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി. ജനുവരി 4 ശനി മുതൽ ജനുവരി 9 വ്യാഴാഴ്ച വരെ വൈകിട്ട് 6 മണിക്കുള്ള തിരുകർമ്മങ്ങൾക്ക് ഫാദർ സിറിയക് ചാലിശ്ശേരി, ഫാദർ പോൾ ആലപ്പാട്ട്, ഫാദർ ലിൻസ് വെട്ടുവയലിൽ, ഫാദർ വിജു കോലങ്കണ്ണി CMI, ഫാദർ ക്രിസ്റ്റ്യോൻ പെരുമാട്ടിൽ, ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകും. ജനുവരി 10 വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരം, സ്വിച്ച്-ഓൺ കർമ്മം, തിരുകർമ്മങ്ങൾ മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ നേതൃത്വം നൽകും. ശനിയാഴ്ച 6:30 വിശുദ്ധ കുർബാനയ്ക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ്, കിരീടം, തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതാ ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ നേതൃത്വം നൽകും. രാത്രി 9:10 അമ്പ്, കിരീടം, തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പ് സമാപനം, സംയുക്തമേളം, വർണ്ണമഴ എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 തിരുനാൾ പ്രസിദ്ധേന്തി വാഴ്ച, തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. ഫാദർ ഡോക്ടർ ജിഫി മേക്കാട്ടുകുളം മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡിറ്റോ കുള തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ബ്രിൽവിൽ ഒലക്കേങ്കിൽ സഹകാർമ്മികനാകും. വൈകിട്ട് 5 ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും രാത്രി 7 വർണ്ണമഴ, ബാൻഡുവാദ്യം എന്നിവയും നടക്കും. 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയും ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്കു വേണ്ടി വലിയ ഒപ്പീസും നടക്കും. വൈകിട്ട് 7 മണിക്ക് ദേവാലയാങ്കണത്തിൽ ഗാനമേളയും അരങ്ങേറും. 19-ാം തീയതി ഞായറാഴ്ച തിരുനാൾ 8-ാം ഇടം നടക്കും. വൈകിട്ട് 6 മണിക്ക് ഇടവക ദിനവും കുടുംബക്കൂട്ടായ്മ സംയുക്ത വാർഷികവും തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലിപോൾ CMC അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ KG ബാബു, പേൾജുബി ചുങ്കത്ത്, CN ഇമാനുവൽ, സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ആൻജോ CMC, തിരുനാൾ ജനറൽ കൺവീനർ സാൻഡി അഗസ്റ്റിൻ, ജോയിന്റ് കൺവീനർ അൽഫോൺസ വിൽസൺ, കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. കാട്ടകാമ്പൽ പഞ്ചായത്തിലെ ചെറുവള്ളിക്കടവ് നൂറടിത്തോടിന്റെ വാർഷിക പരിപാലനം ആരംഭിച്ചു. വെട്ടിക്കടവ് മുതൽ കരിച്ചാലക്കടവ് വരെയുള്ള 4 കിലോമീറ്ററോളം ദൂരമാണ് വൃത്തിയാക്കുന്നത്. തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന കുളവാഴകളും തോട്ടിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയുമാണ് ജങ്കാർ മോഡൽ JCB ഉപയോഗിച്ച് നീക്കുന്നത്. ജലസേചന വകുപ്പ് 5 ലക്ഷം രൂപയോളം വിനിയോഗിച്ച് നടന്ന ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. സമയബന്ധിതമായി തോട് വൃത്തിയാക്കൽ പൂർത്തിയാക്കുമെന്ന് MLA പറഞ്ഞു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരായ ലക്ഷ്മി, ബിന്ദു, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദിതിക രാജേഷ്, വാർഡ് മെമ്പർ പ്രദീപ് കൂനത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചെലവഴിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രയോജനം നിരവധി വർഷമായി കൃഷിക്കാർ, ഈ പാടശേഖരത്തിലെ കൃഷിക്കാർ ആവശ്യപ്പെടുന്ന വലിയൊരു പ്രശ്നത്തിന് ഇതിൻ്റെ ഭാഗമായി പരിഹാരം ഉണ്ടാവുകയാണ്. ഇത് സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആവർത്തന സ്വഭാവമുള്ള ഒന്നായി മാറും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒരു വർഷം മാറ്റിയതുകൊണ്ട് മാത്രം കുളവാഴയും ചണ്ടിയും ഒന്നും ഒഴിവായി പോകുന്നില്ല. ഇത് കേരളത്തിലെ ഒരു പ്രത്യേക പ്രതിഭാസമായി തുടരുക. അപ്പോൾ ഈ വർഷം ഈ പണി നിർവഹിക്കുന്ന തുറന്നുള്ള കാര്യങ്ങളിലും നമുക്ക് ഈ കാര്യത്തിൽ കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും എന്നാണ്. മാതാപിതാക്കളുടെ പാത പിൻപറ്റി മതപരമായ ചടങ്ങുകളില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിരഞ്ജൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കൂട്ടുകര ഗ്രീൻ കോട്ടേജിൽ CF ബെന്നി, KPN അമൃത ദമ്പതികളുടെ മകനായ നിരഞ്ജനാണ് മതപരമായ ചടങ്ങുകളില്ലാതെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചത്. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നിലമ്പൂർ സ്വദേശിനിയായ ഷിമിനെ നിരഞ്ജൻ വിവാഹം കഴിച്ചത്. നിരഞ്ജന്റെ പിതാവ് ബെന്നിയും മാതാവ് KPN അമൃതയും 1995 ജനുവരി 1 മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ബെന്നിയും അമൃതയും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. കത്തോലിക്ക സഭാംഗമായിരുന്ന ബെന്നിയും നമ്പൂതിരി സമുദായത്തിലംഗമായ അമൃതയും തങ്ങൾക്കുണ്ടായ മകനെ മതരഹിതനായി വളർത്തുകയായിരുന്നു. സ്കൂളിൽ ചേർക്കുന്ന ഘട്ടത്തിൽ രേഖകളിൽ മതത്തിന്റെ കോളം ഒഴിച്ചിട്ടായിരുന്നു നിരഞ്ജനെ ചേർത്തത്. തുടർന്ന് സർക്കാരിന്റെ രേഖകളിൽ ഒന്നിലും മതം അടയാളപ്പെടുത്താതെയാണ് നിരഞ്ജന്റെ ജീവിതം മുന്നോട്ടു പോയത്. വിവാഹപ്രായമായപ്പോൾ സ്വന്തം സഖിയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും മാതാപിതാക്കൾ നിരഞ്ജന് നൽകി. ദീർഘകാലം സുഹൃത്തായിരുന്ന നിലമ്പൂർ സ്വദേശിനിയായ ഷിമിനെ തന്റെ വധുവായി കൂടെ കൂട്ടുവാനുള്ള തീരുമാനമാണ് ശനിയാഴ്ച യാഥാർത്ഥ്യമായത്. മുസ്ലിം കുടുംബാംഗമാണ് ഷിമിൻ. ഷിമിന്റെ കുടുംബാംഗങ്ങളും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കുന്നതിന് പച്ചക്കൊടി കാട്ടിയതോടെ മതമില്ലാത്ത നിരഞ്ജന് ഷിമിൻ കൂട്ടായി മാറി.
യാത്രക്കാരുടെ ആശങ്ക ഒഴിവായി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് റോഡ് തകർന്നു കിടക്കുന്ന സ്ഥിതിയായിരുന്നു. മലപ്പുറം ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പ്രവേശിക്കുന്ന റോഡിന്റെ മധ്യഭാഗത്താണ് 6 മാസങ്ങൾക്ക് മുൻപ് ചെറിയ കുഴി രൂപപ്പെട്ടത്. പിന്നീട് ഇത് വലിയ ഗർത്തമായി മാറുകയായിരുന്നു. ഏറെ വാഹനത്തിരക്കുള്ള പാതയിലെ തകർന്ന റോഡിന്റെ അവസ്ഥ നിരവധി തവണ CCTV വാർത്ത നൽകിയിരുന്നു. ചെറുതും വലുതുമായുള്ള നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിനംപ്രതി നടക്കാറുള്ളത്. ഇരുചക്ര വാഹന യാത്രികരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. വൈകിയാണെങ്കിലും കുഴികൾ അടച്ച് വലിയ അപകട ഭീഷണി ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും പ്രദേശവാസികളും. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച ഇരിങ്ങപ്പുറം വായനശാല ഹാളിലാണ് യോഗം. നിർമാല്യം സിനിമയുടെ പ്രദർശനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ AI ഹനീഫ, TS ഷെനിൽ എന്നിവർ അറിയിച്ചു. കർഷക സംഘം കടവല്ലൂർ നോർത്ത് മേഖലാ കൺവെൻഷൻ CPM ഒറ്റപ്പിലാവ് ഓഫീസിൽ നടന്നു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് AJ സ്റ്റാൻലി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ, CPM നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജി, കർഷക സംഘം മേഖലാ പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി, കർഷക സംഘം മേഖലാ ഭാരവാഹി ഷാജി വലിയറ, പഞ്ചായത്ത് മെമ്പർ ഫസലുർ റഹ്മാൻ, മേഖലാ ഭാരവാഹി അബ്ബാസ് കല്ലുംപുറം തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് ഘരാനയുടെയും ദേശീയ മാനവിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചാറിയാർ സംഗീതയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാൽനൂറ്റാണ്ടായി ഇന്ത്യയിലും വിദേശത്തും റൂമി, ബാവ ഫരീദ്, ഗുലാം ഫരീദ് തുടങ്ങി സൂഫി കവികളുടെയും ഗായകരുടെയും രചനകളും രവീന്ദ്രനാഥ് ടാഗോർ, ഫൈസ് അഹമ്മദ് ഫൈസ്, ആഗോ ഷഹീദ് അലി, നാഗാർജുൻ, ഹർഭജൻ സിംഗ്, നസീം ഹിക്മത്ത്, ലോർക്ക തുടങ്ങിയ ആധുനിക അന്തർദേശീയ കവികളുടെ കവിതകളും സൂഫി ആലാപന ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ചാറിയാർ ഗ്രൂപ്പ്. കവിയും ഗായകനുമായ ഡോക്ടർ മദൻ ഗോപാൽ സിംഗ്, ഗിറ്റാർ, ബാൻജോ, പാശ്ചാത്യ സംഗീത വിദഗ്ധൻ ദീപക് കാസ്റ്റലിനോ, തബലവാദകൻ അംജദ് ഖാൻ തുടങ്ങിയവരാണ് ചാറിയാർ കലാകാരന്മാർ. ഫെബ്രുവരി 19 ചാവക്കാട് നഗരസഭാ ചത്വരത്തിൽ വെച്ചാണ് ചാറിയാർ സംഗീതയാത്ര നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 5 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഗുരുവായൂർ കിഴക്കേനട എമറാൾഡ് ഇന്നിൽ വെച്ച് സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് ഭാരവാഹികളായ PT കുഞ്ഞുമുഹമ്മദ്, അൻവർ കോഹിനൂർ, AH അക്ബർ, KV രവീന്ദ്രൻ എന്നിവർ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജനുവരി 1 മുതൽ 7 വരെ കുന്നംകുളം നഗരസഭയിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ എന്നിവർ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി. നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. വരും ദിവസങ്ങളിൽ 37 വാർഡുകളിലും കൗൺസിലർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സ്ക്വാഡ് പ്രവർത്തനം ഉണ്ടാകുമെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ അറിയിച്ചു. ചൂണ്ടൽ, കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല വിജ്ഞാനോത്സവങ്ങൾക്ക് തുടക്കമായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഗ്രാമപഞ്ചായത്ത്, സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിൽ കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ജൂലറ്റ് വിനു അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ്, പ്രധാനാധ്യാപിക സുമി റോസ്, സ്കൂൾ മാനേജർ AB അബ്ദുൾ റഹ്മാൻ, PTA പ്രസിഡന്റ് PA സാദിഖ്, കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക സജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബ്രിനേഷ് വിഷയാവതരണം നടത്തി. കണ്ടാണശ്ശേരിയിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജ്ഞാനോത്സവത്തിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനവും വർക്കിംഗ് മോഡലുകളുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തലും നടന്നു. ലാർസൻ സെബാസ്റ്റ്യൻ, MR വർഗീസ്, AK സതീഷ്, സത്യപാലൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാനശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ നയിച്ച പദയാത്ര ആലൂർ സെന്ററിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, ജസ്റ്റിൻ കൂനമുച്ചി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, ജയൻ പാണ്ഡിയത്ത്, സെബീന റിറ്റോ, മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് ചാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
2025-26 വർഷത്തിലേക്കുള്ള ജനകീയാസൂത്രണ വാർഷിക പദ്ധതി നടപ്പിലാക്കുവാനായി ചൂണ്ടൽ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. കേച്ചേരി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ AV വല്ലഭൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് ബിനു, ഹസ്നുൽ ബന്ന, പഞ്ചായത്ത് സെക്രട്ടറി KA ഉണ്ണി, ആസൂത്രണ സമിതി അംഗം PK വത്സൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വാർഡ് തല വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ മേഖല തിരിച്ചു ചേർന്ന് അടുത്ത വർഷത്തേക്കുള്ള പുതിയ നിർദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതി വിജയിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിലവിലുള്ള ഹരിതകർമ്മസേന പദ്ധതിക്ക് പുറമെ ഡയപ്പറുകൾ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശവും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രമണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ് അയ്യർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്തിന് പൂരം 2025 പേരിലുള്ള പോസ്റ്റർ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ഫെബ്രുവരി 2 പൂരം കൊടിയേറ്റവും 5, 6, 7 തീയതികളിൽ പറയെടുപ്പ് നടക്കും. ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യ, നൃത്തനൃത്യങ്ങൾ, കൊച്ചിൻ രസികയുടെ സ്റ്റേജ് ഷോ എന്നിവ നടക്കും. 8 ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് ശേഷം വിവിധ ദേശ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 9 പുലർച്ചെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ രാത്രി പൂരം, മേളത്തോടെ താലപ്പൊലി എന്നിവയ്ക്ക് ശേഷം ഗുരുതി പൂജയോടെ പൂരമഹോത്സവം സമാപിക്കും. നവവത്സര സമ്മാനമായി അനിലിനെ ചെണ്ട സമ്മാനിച്ച് സ്കൂൾ അധ്യാപകൻ. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു ആണ് തൃശൂർ കാരാട്ടുകരയിലുള്ള അമ്മ സെന്ററിലെ അന്തേവാസി PS അനിലിനെ നവവത്സര സമ്മാനമായി ചെണ്ട സമ്മാനിച്ചത്. NCC ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ കേരളവർമ്മ കോളേജിലെ NCC കേഡറ്റുകൾ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനെത്തിയപ്പോഴാണ് PJ സ്റ്റൈജു അന്തേവാസിയായ അനിലിന്റെ ചെണ്ട കൊട്ടാനുള്ള താൽപര്യത്തെക്കുറിച്ചറിഞ്ഞത്. സ്ഥാപനാധികാരി കൂടിയായ കേരളവർമ്മ കോളേജിലെ മുൻ അധ്യാപിക ഭാനുമതി ടീച്ചറിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞ സ്റ്റൈജു ചെണ്ട വാങ്ങി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സ്ഥാപനത്തിന്റെ നടത്തിപ്പ് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ചെണ്ട പോലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ കഴിയാത്ത സാഹചര്യം ടീച്ചർ വേദനയോടെ പറഞ്ഞപ്പോൾ അനിലിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ നവവത്സര സമ്മാനമായി ചെണ്ട നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ചടങ്ങു കഴിഞ്ഞ് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം സെന്ററിൽ നവവത്സര ആഘോഷത്തിൽ കേരളവർമ്മ കോളേജിലെ NCC കേഡറ്റുകളോടൊപ്പം പങ്കെടുക്കാനെത്തിയ സ്റ്റൈജു അനിലിന് ചെണ്ട കൈമാറി വാക്കുപാലിക്കുകയായിരുന്നു. ചെണ്ടയോട് താൽപ്പര്യമുള്ള അനിൽ ചെണ്ട ലഭിച്ച ഉടനെ തന്നെ കോലെടുത്ത് താളം പിടിച്ചപ്പോൾ അന്തേവാസികൾ പുലിക്കളി മാതൃകയിൽ നൃത്തം ചെയ്തതും ഇരട്ടി ആഹ്ലാദമായി. കേരളവർമ്മ കോളേജിലെ കേഡറ്റുകൾ നവവത്സര സമ്മാനമായി അരിയും പലവ്യഞ്ജനങ്ങളും സ്ഥാപനത്തിന് കൈമാറി. കേരളവർമ്മ കോളേജ് യൂണിറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ശരത് ചന്ദ്രൻ, സ്ഥാപന ഡയറക്ടർ ഭാനുമതി ടീച്ചർ, രംഗചേതനയിലെ ഗണേഷ് മാസ്റ്റർ സംവിധാനം ചെയ്യുന്ന നാടകത്തിലും PS അനിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി കലോത്സവത്തിൽ ചെണ്ട മത്സരത്തിൽ സമ്മാനം നേടാനുള്ള തയ്യാറെടുപ്പിൽ സ്ഥാപനത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ചെണ്ട പരിശീലകനുമായ സൂരജ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനത്തിലാണ് അനിൽ ഇപ്പോൾ. മാറഞ്ചേരി ഹരിയാലി സോഷ്യൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ ജൈത്ര ഇന്നവേഷനുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി സൈക്കിൾ വിതരണം ചെയ്തു. 50% സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ 1ാം ഘട്ട വിതരണം പുറങ്ങ് ഹരിയാലി നഗറിൽ ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് MD BP നാസർ ഉദ്ഘാടനം ചെയ്തു. ഹരിയാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് KA ബക്കർ അധ്യക്ഷത വഹിച്ചു. അണ്ടത്തോട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷമീർ ഇടിയാട്ടയിൽ, പൊന്നാനി GFLP സ്കൂൾ പ്രധാനാധ്യാപിക MM സിന്ധു ടീച്ചർ, M ശ്രീരാമനുണ്ണി മാസ്റ്റർ, അഷ്റഫ് പൂച്ചാമം, KT അബ്ദുൽ ഗനി, PV അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. സൗദി അറേബ്യയുടെ 2020 ക്രിക്കറ്റ് അന്താരാഷ്ട്ര ടീമിൽ ഇടം പിടിച്ച് തൃശൂർ പുതുരുത്തി സ്വദേശി മലയാളികളുടെ അഭിമാന താരമായി കരുമത്തിൽ ശങ്കരനാരായണന്റെയും ശോഭാ ശങ്കറിന്റെയും മകനായ സിദ്ധാർത്ഥ് ശങ്കറാണ് 2026 ICC T20 മത്സരത്തിൽ യോഗ്യത നേടിയത്. ഖത്തർ ദോഹയിലെ വെസ്റ്റേൺ പാർക്ക് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ സൗദിക്ക് വേണ്ടി സിദ്ധാർത്ഥ് ശങ്കറും ജേഴ്സി അണിഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം 19-ന് UAEയിലെ ICC അക്കാദമിയിൽ നടന്ന GCC ഗൾഫ് കപ്പ് മത്സരത്തിൽ സൗദി ടീമിന് 3ാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സിദ്ധാർത്ഥ് ശങ്കർ അറിയിച്ചു.
എംബോവിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബ്ബായ ഇൻഡോർ റൈഡേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് വഴിയാണ് സിദ്ധാർത്ഥ് ശങ്കർ സൗദിയിലെത്തുന്നത്. ക്ലബിന്റെ ഭാഗമായാണ് സൗദി മണ്ണിൽ ആദ്യമായി സിദ്ധാർത്ഥ് ശങ്കർ കളിച്ചത്. ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് സിദ്ധാർത്ഥ് ശങ്കർ ക്രിക്കറ്റ് കളി പഠിച്ചത്. ജി ദിനേശ്, അഞ്ജിത്ത് എന്നിവരാണ് കോച്ചുമാർ. സ്വകാര്യ കമ്പനിയിലാണ് സിദ്ധാർത്ഥ് ശങ്കർ ജോലി ചെയ്യുന്നത്. അൽ ജസാം, അബ്ദുൾ ജബ്ബാർ, ജാഫർ ജമാൽ എന്നിവരുടെ പിന്തുണയാണ് സിദ്ധാർത്ഥ് ശങ്കറിനെ സൗദി ക്രിക്കറ്റ് ടീമിലെത്തിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ 2021-2024 അധ്യയന വർഷത്തെ LLB പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ അഡ്വക്കേറ്റ് ജൂലിയ ഷാജനെ CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് പൊന്നാടയണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, AIYF എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി റിനോൾഡ് തോമസ്, CPI ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജോണി ആളൂർ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ചെറുവത്തൂർ ഷാജൻ JC ദമ്പതികളുടെ മകളാണ് ജൂലിയ. ഏലിയാസ് ഷാജൻ സഹോദരനാണ്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 13-ാം വാർഡിൽ 36-ാം നമ്പർ ജ്യോതി അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ 17.5 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, രമാബാബു, ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, AA കൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ICDS സൂപ്പർവൈസർ NK സുനന്ദി, അങ്കണവാടി പണിയുന്നതിന് സ്ഥലം വിട്ടു നൽകിയ പൊല്ലാനിപ്പറമ്പത്ത് സതീജിന ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന കർഷകരിൽ നിന്നും ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നേന്ത്രവാഴയ്ക്ക് രാസവളത്തിന് സബ്സിഡിക്കുള്ള അപേക്ഷാ ഫോം സ്വീകരിക്കുന്നു. ഫോമുകൾ കൃഷിഭവനിൽ ലഭ്യമാണ്. ആവശ്യമുള്ള കർഷകർ സൊസൈറ്റികളിൽ നിന്ന് രാസവളം വാങ്ങിയതിന്റെ ഒറിജിനൽ ബില്ല്, 2024-2025 വർഷത്തെ ഭൂനികുതി രസീതി, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം ജനുവരി 15-ന് മുൻപ് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ 5 N കൊല്ലൻ പറമ്പ് ദൈവവചനം പ്രസംഗിക്കും. എല്ലാ ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 മണി വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള കർഷക സംഘം പോർക്കുളം പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. പോർക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MT പോൾസൺ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നാരായണൻ, കർഷക സംഘം കുന്നംകുളം ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ കമ്മിറ്റി അംഗം അഖില മുകേഷ്, മേഖലാ സെക്രട്ടറി VK ജയൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, പോരാട്ടങ്ങൾ, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, അതെല്ലാം നയിച്ചത് കർഷക സംഘമാണ്. അപ്പം നമ്മളെല്ലാം വളരെ ആവേശത്തോടു കൂടി, അഭിമാനത്തോടു കൂടി എപ്പോഴും പറയാനുള്ള സമരങ്ങൾ, നമ്മളെ കൂരിത്തെരിപ്പിക്കുന്ന, നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, മുനൈൻകുന്ന് സമരം, നൗബായി സമരം, ഒരുപാട് സമരങ്ങളുണ്ട്. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗം നടന്നു. സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ലിറ്റിൽ മേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് സ്കൂൾ അധ്യാപകൻ സജീവൻ മാസ്റ്റർ വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യോഗത്തിന് PTA പ്രസിഡന്റ് PV ജോജി നന്ദി പറഞ്ഞു. ആൽത്തറ രാമരാജ UPS സ്കൂളിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. മാനേജർ TP ഉണ്ണിയുടെ അധ്യക്ഷതയിൽ മോഹൻ ബാബു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നാലപ്പാടൻ സാംസ്കാരിക സമിതി സെക്രട്ടറി കൃഷ്ണദാസ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ അബ്ദുൽ പുന്നീർകുളം, OSA സെക്രട്ടറി P രാമദാസ്, അനീഷ് മാസ്റ്റർ, KM പ്രകാശൻ, PTA പ്രസിഡന്റ് വിനികുമാർ, ഫൈസൽ മാസ്റ്റർ, അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7180 രൂപ, സ്വർണം പവന് 57,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചർമ്മം കാണിപ്പയ്യൂർ പഴയ തൃശൂർ റോഡ് തോപ്പിൽ വീട്ടിൽ പതാണ്ടി മകൻ വേലായുധൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാമ്പാടി ഐവർമഠത്തിൽ നടന്നു. ലക്ഷ്മി ഭാര്യയും അഖിൽ, അരുൺ, അഞ്ജിത എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി അയ്നൂർ മൊടങ്ങേത്ത് അപ്പുകുട്ടി മകൻ മോഹനൻ ആൻഡമാനിൽ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോർട്ട് ബ്ലെയർ പ്രേംനഗറിൽ നടന്നു. ഇന്ദിര ഭാര്യയും മേഹുൽ, രജത്ത് എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ റോഡ് ജംഗ്ഷൻ വലിയകത്ത് കുറ്റിപ്പുറത്തയിൽ സെയ്ദ് മുഹമ്മദ് എന്ന കുഞ്ഞുമോൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. ഫാത്തിമ ഭാര്യയാണ്. സഫീർ, ഷെഫീഖ്, സോഫി, സഫ്ന എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അനന്തപുരിയിൽ കൗമാര കലാപൂരത്തിന് കേളികൊട്ടുയർന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 25 വേദികളിലായി 249 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് 14 ജില്ലകളിൽ നിന്നുമായി 15,000-ഓളം കൗമാര പ്രതിഭകൾ. ബസ് കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 68-കാരി മരിച്ചു. ഒന്നാംകല്ല് പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. അപകടം വടക്കാഞ്ചേരി ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം വെള്ളിയാഴ്ച രാവിലെ. കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ. അകലാട് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നയിടത്ത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ കുഴിയെടുത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.